ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒട്ടും ഫ്ലോപ്പ് ആവാത്തൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ടൊരു 1.5 കിലോ കിഴങ്ങെടുത്ത് കുക്കറിലിട്ട് ഒരു 2 വിസിൽ അടിച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇടണമെങ്കിൽ. ഇത്തിരി ഉപ്പിടണം ആ വെള്ളത്തിൽ. എന്നിട്ട് 2 വിസിൽ അടിച്ചിട്ട് അത് കുറേ നേരം അങ്ങനെ വെക്കാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് നേരം വെച്ചാൽ മതി. അല്ലെങ്കിൽ അതിൽ പിന്നെ എടുക്കുമ്പോൾ നല്ല വെന്ത് ഉടഞ്ഞു പോകും. വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. 2 വിസിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവി പോയാൽ വേഗം എടുക്കുക. ആ വെള്ളം കളഞ്ഞിട്ട് വേഗം ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല എല്ലാതും പൊടിഞ്ഞിങ്ങനെ വരണം നന്നായി. പിന്നെ ഒരു കുക്കറിൽ ഒരു കോഴി ബോൺലെസ് എടുത്തിട്ടുണ്ട്. അത് ഒരു കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് 2 വിസിലടിച്ചിട്ട് അതും ഒരു കുറച്ച് നേരം അങ്ങനെ വെക്കുക. എന്നിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഒന്ന് നന്നായി ഒന്ന് ഉടച്ച് നല്ലോണം ഉടച്ചെടുക്കണം. നന്നായിട്ടൊന്ന് പൊടിയണം. അതൊന്ന് കഷ്ണങ്ങളൊക്കെ നന്നായി ഒന്ന് പൊടി. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് വഴറ്റുക. നന്നായി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ പച്ചമുളകും പിന്നെ സബോള ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റുക. നന്നായി വഴറ്റിയിട്ട് ഒരു തരി ഉപ്പിടുക. ആ സബോളയ്ക്ക് മാത്രമുള്ള ഉപ്പ് ഇടുക. പിന്നെ കിഴങ്ങിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്, ചിക്കനിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചിട്ടാൽ മതി. സബോളയിൽ നല്ലോണം വാടണം. ഇത് മറ്റേ സമൂസ പോലെ പകുതി വെന്തിട്ട് കാര്യമില്ല. നന്നായി ഒന്ന് വാടട്ടെ. വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല പൗഡർ കുറച്ച് അധികം ഇട്ടോ. കുറച്ച് അധികം എന്ന് പറഞ്ഞാൽ അല്ലാണ്ടല്ല, കാരണം അതിന് ആവശ്യത്തിനുള്ള ഒരു 1.5 ടേബിൾ സ്പൂൺ നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പും എരിവൊക്കെ പാകത്തിന് നോക്കിയതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് നന്നായി ഇളക്കി ഒരു മുരിഞ്ഞ പോലെ ആവണം. അതിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നല്ല എല്ലാ വേവിച്ച കിഴങ്ങയിലിടുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് എല്ലാതും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവസാനം കുറച്ച് മല്ലിയില. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 2 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അത് രണ്ടും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഇനി കട്ട്ലേറ്റിൻ്റെ ഒരു അച്ചാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടണതാണ്. അതിൽ കുറേശ്ശെ മസാല എടുത്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് ഒന്ന് അതിനുകൊണ്ട് ഉള്ളിൽ നിന്നുകൊണ്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തണമെങ്കിൽ നല്ല ഷേപ്പാക്കിയിട്ട് വീണ്ടും ഒന്ന് പരത്തിയാൽ കട്ടി കുറയും. കയ്യിൽ വെച്ച് പരത്തണവർക്ക്, ഈ അച്ചില്ലാത്തവർക്ക് ഇതുപോലെ അങ്ങനെ എടുത്തിട്ട് കുറച്ച് അങ്ങനെ പരത്തിയിട്ട് ചെയ്യുക. ഈ അച്ച് വേണമെന്ന് തന്നെ ഇല്ല. അങ്ങനെ ഈ നല്ല കട്ടി വേണ്ട, നല്ല ടൈറ്റിൽ വേണം ഇത് ഇതാക്കണം. അല്ല പൊട്ടിപ്പോവും എണ്ണയിൽ. അങ്ങനെ ഞാൻ എല്ലാതും കൂടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ കുറച്ച് മൈദയും കോൺഫ്ലവർ പൊടിയും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ട് സമസമം വെക്കുക. ഇനി കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലവർ പൊടിയും സമസമം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ കട്ട്ലേറ്റും അതിലിങ്ങനെ ഓരോന്നായിട്ടും ഡിപ്പ് ചെയ്തിട്ട് വെക്കുക. പിന്നെ കുറച്ച് റസ്ക് പൊടി എടുത്തിട്ട് ഈ മിക്സ് ചെയ്ത മുട്ടയിൽ ഓരോ കട്ട്ലേറ്റ് എടുത്ത് ഒന്ന് മുക്കിയിട്ട് ഈ റസ്ക് പൊടിയിലിട്ടിട്ട് നന്നായി ഒന്ന് എല്ലാ വശവും നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കണം. നന്നായി കവർ ചെയ്തിട്ട് എല്ലാ കട്ട്ലേറ്റ് ഇതുപോലെ എടുത്തിട്ട് കവർ ചെയ്യുക. ഈ റസ്ക് പൊടിയിൽ കവർ ചെയ്യുക. അങ്ങനെ ഓരോന്ന് മാറ്റി വെക്കുക. ഇതൊക്കെ നന്നായി ഒന്ന് ഇതാവണം കേട്ടോ. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. ഇതെല്ലാം പൊട്ടാണ്ട് നോക്കേണ്ടത്. ഇല്ലെങ്കിൽ അതൊക്കെ പൊട്ടി ആകെ എണ്ണയിൽ ഒലിച്ചിട്ട് അതാവും. ഇതുവരേക്കും ഞാൻ ഉണ്ടാക്കണ ഒരു കട്ട്ലേറ്റ് പോലും പൊട്ടിപ്പോയിട്ടില്ല. ഈ തിളച്ച എണ്ണയിലേക്ക് ഓരോ കട്ട്ലേറ്റ് ഇടുക. ഉള്ളൊക്കെ വെന്ത കാരണം പുറമത്തെ ഒരു റസ്ക് പൊടിയുടെ മാത്രം ഒന്ന് ഇതാവണ്ടുള്ളൂ. ബാക്കിയൊക്കെ വെന്തുള്ള. ഞാൻ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. എല്ലാം കൂടിയിട്ട് ഇടുമ്പോൾ ഓയിൽ അങ്ങനെ റസ്ക് പൊടി അങ്ങനെ വീണിട്ട് കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് കുറേശ്ശെ ഓയിലിൽ ഞാൻ ഉണ്ടാക്കുള്ളൂ. നല്ലോണം മുങ്ങിക്കിടക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി. അപ്പോൾ ഇതൊരിക്കലും ഫ്ലോപ്പ് ആവില്ല, പൊട്ടിപ്പോവില്ല. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കുക. ഇതേപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇനിയും റെസിപ്പികൾ ഇടാം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ ഈ ഇത് കണ്ടില്ല, ഒരു ഗോൾഡൻ കളർ ആയാലും നമുക്ക് കോരിയെടുക്കുക. കരിഞ്ഞു പോവാണ്ട് നോക്കണം. ഇത് എണ്ണ കുടിക്കണ കട്ട്ലേറ്റ് ഒന്നല്ല. എണ്ണ ഒന്നും തീരെ ഇതുവരേക്കും എണ്ണ ഒന്നും അധികം ഇത് കുടിക്കാത്ത. ഈ
കോൺഫ്ലവറിൻ്റെ പൊടി ഇടുന്ന കാരണം അങ്ങനെ എണ്ണ കുടിക്കൊന്നുമില്ല. എണ്ണ അങ്ങനെ കരിഞ്ഞു പോവുകയല്ല നമ്മൾ ഓയിൽ. അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ഇല്ലേ, ബ്രെഡ് ഇതാക്കിയിട്ട് ചെയ്യണതാണെന്ന് വെച്ചാൽ നന്നായി കരിഞ്ഞിട്ട് ഓയിലൊക്കെ വീണ് എടുക്കും. ഈ റസ്ക് പൊടിക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്, ബ്രെഡിൻ്റെ പോലെയല്ല. അപ്പോൾ ബ്രെഡിൽ ചെയ്യുക, തൽക്കാലമൊക്കെ ചെയ്യുക, പക്ഷെ അത് കരിയാണ്ട് നോക്കണം എന്നുള്ളൂ. ഈ റസ്ക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കാറ്. എല്ലാതും ഒരു അരിപ്പ പാത്രത്തിൽ വെക്കണം കേട്ടോ. എന്നിട്ട് അതായത് വേറെ പാത്രത്തിലേക്ക് തന്നെ മാറ്റി അപ്പം തന്നെ വെക്കണം. കാരണം അരിപ്പ പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ എണ്ണ വീണ്ടും അതിലവിടെ ഉള്ള എണ്ണ അതിന് കുടിക്കും. അപ്പോൾ ഒന്നുപോലും പൊട്ടിപ്പോയിട്ടില്ല. നല്ല ഉറപ്പുള്ള കട്ട്ലേറ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ കട്ട്ലേറ്റിന് ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും.